എല്ലാവർക്കും നമസ്കാരം. ഞാൻ രാമാകൃഷ്ണൻ TB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ വീക്കിലി പോഡ്കാസ്റ്റ് കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ട്രംപിൻ്റെ അനൗൺസ്മെൻറ്റുകൾ, അതോടൊപ്പം തന്നെ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ്, ഈ രണ്ട് കാര്യങ്ങളാണ് കഴിഞ്ഞ ആഴ്ചയിൽ ഗ്ലോബൽ മാർക്കറ്റുകളെ ഇമ്പാക്റ്റ് ചെയ്തിരുന്നത്. ട്രംപിൻ്റെ മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഡിസിഷൻസാണ് അമേരിക്കൻ മാർക്കറ്റിൽ വലിയ രീതിയിലുള്ള കൺഫ്യൂഷൻസൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ ആഴ്ചയിൽ അമേരിക്കൻ മാർക്കറ്റുകൾ വീക്ക് ടു വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. അതോടൊപ്പം തന്നെ അതിന് മുമ്പ് റാലി ചെയ്തിരുന്ന ടെക്നോളജി സ്റ്റോക്കുകളെല്ലാം തന്നെ കഴിഞ്ഞ ആഴ്ചയിൽ വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ട്രംപ് പല കാര്യങ്ങളും എതിർക്കുകയും അതോടൊപ്പം തന്നെ വീണ്ടും അത് ആക്സെപ്റ്റ് ചെയ്യുന്ന രീതിയാണ് ഇപ്പോൾ കാണുന്നത്. മുമ്പ് അദ്ദേഹം എതിർത്തിരുന്ന US സ്റ്റീൽ, നിപ്പൺ സ്റ്റീൽ കോർപ്പറേഷൻ, ജപ്പാനായിട്ടുള്ള ഡീല് വീണ്ടും അദ്ദേഹം അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്, ആക്സെപ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഡീറ്റെയിൽസ് ഒന്നും അറിവായിട്ടില്ല. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ട്രംപ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ള ഇമ്പോർട്ടിന്മേൽ 50% ഡ്യൂട്ടി ജൂൺ 1 മുതൽ ഏർപ്പെടുത്തുമെന്നുള്ള ത്രട്ടനിങ് കൂടി കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആപ്പിൾ അവരുടെ ഐഫോൺ മാനുഫാക്ചറിങ് അമേരിക്കയിലേക്ക് മാറ്റിയില്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ നിന്ന് അമേരിക്കയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന ഐഫോണിന്മേൽ 25% ഇമ്പോർട്ട് ഡ്യൂട്ടി ആഡ് ചെയ്യുന്നതാണ് പുതിയ ത്രട്ടനിങ് മെഷറായിട്ട് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ഇത്തരത്തിലുള്ള അനൗൺസ്മെൻറ്റുകളാണ് അമേരിക്കൻ മാർക്കറ്റിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ്, ഇസ്രായേൽ ഇറാൻ തമ്മിലുള്ള ഇഷ്യൂസ്, റഷ്യ ഉക്രൈൻ ഇഷ്യൂസ്, ഇതൊക്കെ പൊതുവെ ഇത്തരത്തിലുള്ള സന്ദർഭത്തിൽ ഒരു വൊളാറ്റിലിറ്റി നൽകുന്നുണ്ട്. ആ തരത്തിലുള്ളൊരു വൊളാറ്റിലിറ്റി തന്നെയാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ഗ്ലോബൽ മാർക്കറ്റുകളിൽ കണ്ടത്. മറ്റു മാർക്കറ്റുകൾ നോക്കുകയാണെങ്കിൽ മറ്റെല്ലാ മാർക്കറ്റുകളും വീക്ക് ടു വീക്ക് കഴിഞ്ഞ ആഴ്ചയിൽ വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വെള്ളിയാഴ്ച നല്ല രീതിയിൽ റിക്കവറി ഒക്കെ നടത്തിയിരുന്നു. പക്ഷേ വീക്ക് ടു വീക്ക് സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് നിഫ്റ്റിയും സെൻസസും ക്ലോസ് ചെയ്തിരിക്കുന്നത്. കമോഡിറ്റികൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ചയിൽ കമോഡിറ്റികളെല്ലാം തന്നെ റാലി ചെയ്തിരിക്കുകയാണ്. വീക്ക് ടു വീക്ക് നോക്കുകയാണെങ്കിൽ ഗോൾഡ് അറൗണ്ട് $35 ബെറ്റർ ആയിട്ടാണ് സ്പോട്ട് ഗോൾഡ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത്. $3,359 പെർ ഔൺസിനാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത്. US ബോണ്ട് ഈൽഡ് കൂടുന്നത് അമേരിക്കൻ എക്കണോമിയിൽ വലിയ രീതിയിലുള്ള റിസഷണറി മെഷേഴ്സ് വരും. ഒപ്പം US ഡോളറിൻ്റെ സേഫ് ഹവൻ സ്റ്റാറ്റസ് മാറും എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഗോൾഡിൻ്റെ റാലിക്ക് കാരണമാക്കിയിട്ടുള്ളത്. ഒപ്പം മറ്റ് കമോഡിറ്റികളും റാലി ചെയ്തിരിക്കുകയാണ്. നമ്മൾ മുമ്പ് സൂചിപ്പിച്ച പോലെ കോപ്പറിലാണ് ഏറ്റവും കൂടുതൽ ആക്ടിവിറ്റീസ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കോപ്പർ ഫ്യൂച്ചേഴ്സ് കഴിഞ്ഞ ആഴ്ചയിൽ വീക്ക് ടു വീക്ക് വീണ്ടും മുന്നേറിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ അലുമിനിയം, സിങ്ക്, എല്ലാ കമോഡിറ്റി ഫ്യൂച്ചേഴ്സും ബെറ്റർ ആയിട്ടാണ് വീക്ക് ടു വീക്ക് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ബ്രണ്ട് ക്രൂഡ് ഓയിലും ബെറ്റർ ആയിട്ടാണ്. നാച്ചുറൽ ഗ്യാസ് മാത്രമാണ് വീക്കായിട്ട് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇനി അഗ്രി കമോഡിറ്റികൾ നോക്കുകയാണെങ്കിൽ കോഫി ഫ്യൂച്ചേഴ്സ് റെക്കോർഡ് ഹൈനടുത്താണ് കഴിഞ്ഞ ആഴ്ചയിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. കോഫി ഒരുപക്ഷെ പുതിയ റെക്കോർഡ് ഹൈ ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഇന്ത്യയിലെ കോഫി പ്രൊഡ്യൂസിങ് കമ്പനികളെ സംബന്ധിച്ചത് പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ഇന്ത്യൻ റുപ്പിയുടെ സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിൽ US ഡോളറിന് അഗൻസ്റ്റ് ആയിട്ട് ബെറ്റർ ആയിട്ടാണ് കഴിഞ്ഞ ആഴ്ചയിൽ ഇന്ത്യൻ റുപ്പി ക്ലോസ് ചെയ്തിരിക്കുന്നത്. 85.20 രൂപ പെർ ഡോളറിനാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ന്യൂസുകളെല്ലാം തന്നെ നമ്മളെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അതോടൊപ്പം തന്നെ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനിക്കാവുന്ന ഒരു ന്യൂസ് പുറത്തു വന്നിരിക്കുന്നത് ഇന്നലത്തെ ഡാറ്റ പ്രകാരം IMF പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയാണ് ലോകത്തിലത്തെ 4th ലാർജസ്റ്റ് എക്കണോമി എന്നുള്ളൊരു കാര്യമാണ് IMF ഇന്നലെ പുറത്തു വിട്ടിരിക്കുന്നത്. ഇതുവരെ ജപ്പാനായിരുന്നു. നമ്മൾ ബ്രീഫ്ലി ജപ്പാനെ ഓവർടേക്ക് ചെയ്തതായിട്ടാണ് IMF ഡാറ്റ സൂചിപ്പിക്കുന്നത്. നമ്മുടെ GDPയുടെ സൈസ് ഇപ്പോൾ $4.187 ട്രില്യൺ ആണ്. അതേസമയം ജപ്പാൻ്റേത് $4.186 ട്രില്യൺ ആണ്. അപ്പം നമ്മൾ ലോകത്തിലത്തെ 4ാമത്തെ വലിയ എക്കണോമി ആയിട്ട് മാറിയിരിക്കുകയാണ്. US ഡോളറാണ് ടോപ്പ് പൊസിഷനിൽ. $30.51 ട്രില്യൺ ആണ്. സെക്കൻഡ് ചൈനയാണ് 19.23 ട്രില്യൺ തേർഡ് നിൽക്കുന്നത് ജർമ്മനിയാണ് 4.74 ട്രില്യൺ ഫോർത്ത് നമ്മൾ വന്നിരിക്കുകയാണ്. ഫിഫ്ത്ത് ജപ്പാനാണ്. സിക്സ്ത് UK ആണ് 3.84 ട്രില്യൺ ഇനി മറ്റ് രാജ്യങ്ങളിലെ കണക്കൊക്കെ നോക്കുകയാണെങ്കിൽ മേജർ കൺട്രികളായ റഷ്യ നോക്കുകയാണെങ്കിൽ 2.08 ട്രില്യൺ മാത്രമാണ് എക്കണോമിയുടെ സൈസ് വരുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ മിഡിൽ ഈസ്റ്റ് കൺട്രികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ സൗദി അറേബ്യയുടെ GDP സൈസ് $1.08 ട്രില്യൺ
US, UAEയുടെ ഇത് $0.55 trillion ആണ്. അപ്പം നമ്മൾ 4th largest എക്കണോമി ആയിട്ട് മാറിയിരിക്കുകയാണ്. ഇത് തീർച്ചയായിട്ടും അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ മാർക്കറ്റിൻ്റെ എക്സ്പാൻഷൻ, GDPയുടെ രാജ്യത്തിൻ്റെ എക്സ്പാൻഷനൊക്കെ തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ എല്ലാ ഇന്ത്യക്കാർക്കും അഭിമാനിക്കാവുന്ന ഒരു ന്യൂസ് IMF പുറത്തുവിട്ടിരിക്കുകയാണ്. ഇനി നമ്മളെ സംബന്ധിച്ച് സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ന്യൂസ് ഫ്ലോസൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മുടെ മാർക്കറ്റ് സേഫ് ഹാവൻ മാർക്കറ്റായിട്ട് തന്നെയാണ് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഇപ്പോഴും വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ അവർ ഡൗൺഗ്രേഡ് ചെയ്തിരുന്ന ചൈനീസ് സ്റ്റോക്കുകളിലൊക്കെ ചെറുതായിട്ട് ബയ്യിങ് ഒക്കെ ആരംഭിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ഏറ്റവും കൂടുതൽ അറ്റൻഷൻ കൊടുക്കുന്നത് ഇന്ത്യക്കും ജപ്പാനാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മാർക്കറ്റ് അടുത്ത മാസങ്ങളിൽ മുന്നേറാനുള്ള സാധ്യതകളാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ Q4 റിസൾട്ടുകൾ ഇതുവരെ പുറത്ത് വന്നിരിക്കുന്ന റിസൾട്ടുകളെല്ലാം തന്നെ ഇൻലൈൻ വിത്ത് എക്സ്പെക്റ്റേഷൻ അല്ലെങ്കിൽ സ്ലൈറ്റ്ലി ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആണ്. അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഈ ആഴ്ച എല്ലാ റിസൾട്ടുകളും അനൗൺസ് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് വീക്ക് തൊട്ടുള്ളൊരു അസസ്മെൻ്റൊക്കെ വന്നേക്കാം. അതിനുശേഷം സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള മൂവ്സും നമ്മൾ മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ആഴ്ച നമ്മുടെ Q4 GDP ഡാറ്റയും വരും. GDP ഡാറ്റ എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്നത് ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആണ്. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഇമ്പാക്റ്റും നമ്മുടെ മാർക്കറ്റിൽ കാണാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ടുള്ള ഇൻഡിക്കേഷൻസും അതുപോലെ തന്നെ എക്സ്പെക്റ്റേഷൻസും ഒക്കെയാണ് നമുക്ക് എല്ലാവർക്കും നമ്മുടെ മാർക്കറ്റിനെ കുറിച്ചുള്ളത്. അതോടൊപ്പം തന്നെ മറ്റൊരു പോസിറ്റീവ് ന്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ IPO മാർക്കറ്റ് വീണ്ടും സജീവമായിരിക്കുകയാണ്. അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് മാർക്കറ്റിൽ കാണാനുള്ള സാധ്യതകളുണ്ട്. കഴിഞ്ഞ ആഴ്ച നമ്മൾ സജസ്റ്റ് ചെയ്തിരുന്ന 2 IPOസും ഓവർ സബ്സ്ക്രിപ്ഷൻ നേടിയിരുന്നു. ബെൽറൈസ് ഇൻഡസ്ട്രീസ് ആണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തത്. 41.3 times ഓവർ സബ്സ്ക്രൈബ് ചെയ്തിരുന്നു. ഓട്ടോ ആൻസിലറി കമ്പനിയാണ്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ന്യൂസുകൾ മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവ് ന്യൂസാണ്. അതോടൊപ്പം തന്നെ ഈ ആഴ്ചയിൽ 4 പുതിയ മെയിൻ ബോർഡ് IPO വരുന്നുണ്ട്. ഈ IPOയിൽ നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന IPOs 2 അതോടൊപ്പം തന്നെ റിസ്ക് എടുത്ത് ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ഇൻവെസ്റ്റേഴ്സിന് 3ാമത്തെ IPO നമ്മൾ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന IPO ഒന്ന് പ്രോസ്റ്റാം ഇൻഫോസിസ്റ്റംസ് ലിമിറ്റഡ് ആണ്. എനർജി സ്റ്റോറേജ് എക്യുപ്മെൻറ്റ്, പവർ റിലേറ്റഡ് എക്യുപ്മെൻ്റ് ആൻഡ് സർവീസസ് ഒക്കെ സപ്ലൈ ചെയ്യുന്ന കമ്പനിയാണ്. തീർച്ചയായിട്ടും വളരെ നല്ലൊരു IPO ആണ്. 95-105 ആണ് അതിൻ്റെ പ്രൈസ് ബാൻഡ്. അപ്പർ പ്രൈസ് ബാൻഡ് $105 പെർ ഷെയർ ആണ്. 5 രൂപയാണ് ഫേസ് വാല്യൂ വരുന്നത്. പോസ്റ്റ് IPO ബുക്ക് വാല്യൂ 42.85 ആണ്. നമ്മൾ PE റേഷ്യോ പോസ്റ്റ് IPO PE റേഷ്യോ ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ 21 വരുന്നുള്ളൂ, 20.96 വരുന്നുള്ളൂ. നമ്മൾ കമ്പയറബിൾ PE ഒക്കെ വരികയാണെങ്കിൽ ഈ ഇഷ്യൂവിന് ഒരു 50% അപ്രീസിയേഷൻ ലിസ്റ്റിങ്ങിന് ശേഷം കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ IPOയിൽ അപ്ലൈ ചെയ്യുന്ന ഡിസിഷൻ നന്നായിരിക്കും. അതോടൊപ്പം തന്നെ രണ്ടാമത് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ കൃഷ്ണൻ നായർ, നമ്മുടെ തന്നെ ഒരു മലയാളി സ്ഥാപിച്ചിരുന്ന ലീല ഹോട്ടൽസ് ഉണ്ട്. ആ ലീല ഹോട്ടൽസ് ബോംബെയിലത്തെ പ്രോപ്പർട്ടി ഒഴികെ മറ്റെല്ലാ പ്രോപ്പർട്ടികളും വേറൊരു ഗ്രൂപ്പാണ് ടേക്ക് ഓവർ ചെയ്തിരുന്നത്. ആ ഹോട്ടൽ ശൃംഖലയുടെ IPO വരെയാണ്. ഷ്ലോസ് ബാംഗ്ലൂർ എന്ന് പറയുന്ന ഈ കമ്പനിയുടെ IPO ഓപ്പൺ ചെയ്യാണ്. 26-ാം തീയതി മുതൽ 28-ാം തീയതി വരെയാണ്. 10 രൂപയാണ് ഫേസ് വാല്യൂ. വാല്യുവേഷൻ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ഹയർ വാല്യൂവിലാണ് IPO വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 13 ഹോട്ടൽസാണ് ഇവർക്കുള്ളത്. 11 സിറ്റികളിലായിട്ട് 5 ഓൺഡ് പ്രോപ്പർട്ടി, 7 ലീസ്ഡ് പ്രോപ്പർട്ടിയാണ്. അതോടൊപ്പം തന്നെ ഒരു ഫ്രാഞ്ചൈസി മോഡലും ഉണ്ട്. പുതിയ 7 പ്രോപ്പർട്ടിയും കൂടി അടുത്ത 2 വർഷത്തിനുള്ളിൽ കമ്മീഷൻ ചെയ്യുന്നതാണ് പറയുമ്പോൾ തീർച്ചയായിട്ടും ലോങ് റണ്ണിൽ ഹോസ്പിറ്റാലിറ്റി രംഗത്തുള്ള ഒരു ഏറ്റവും നല്ല സർവീസ് കൊടുക്കുന്ന ലക്ഷറി ഹോട്ടൽ ശൃംഖലയാണ് ഷ്ലോസ് ബാംഗ്ലൂർ. അപ്പോൾ ഈ IPOയിൽ അപ്ലൈ ചെയ്യുന്നത് ലോങ് റണ്ണിൽ നല്ല ഗെയിൻ കിട്ടാനായിട്ട് ഉപകരിക്കുന്നതാണ് എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ. നമ്മൾ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നത് പ്രോസ്റ്റാം ഇൻഫോസിസ്റ്റാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ സ്റ്റോറേജ് രംഗത്ത് LPG ലിക്വിഡ് സ്റ്റോറേജ് രംഗത്ത് അറൗണ്ട് 25.53% മാർക്കറ്റ് ഷെയറുള്ള കമ്പനിയാണ് ഏജീസ് വോപാക് എന്ന് പറയുന്ന പുതിയ ഒരു IPO കൂടിയുണ്ട്. ഏജീസ് വോപാക് ടെർമിനൽസ് ആണ്. പോസ്റ്റ് IPOൻ്റെ ഇക്വിറ്റി ക്യാപിറ്റൽ വരുന്ന 1107.99 കോടിയാണ്. 10 രൂപയാണ് ഫേസ് വാല്യൂ. ഫുള്ളി പ്രൈസ്ഡ് ആണ് ഇഷ്യൂ വരുന്നത്. പക്ഷേ ഈ പൊട്ടൻഷ്യൽ നോക്കുകയാണെങ്കിൽ സെക്ടറിൻ്റെ പൊട്ടൻഷ്യൽ നോക്കുകയാണെങ്കിൽ
നോക്കുകയാണെങ്കിൽ ലോങ് റണ്ണിൽ നല്ല ഗെയിൻ കിട്ടാൻ സാധ്യതയുള്ള ഒരു IP ആണ്. 4ാമത്തെ സ്കോഡ പൈപ്സ് ആണ്. നമ്മൾ ഫണ്ടമെൻ്റലി നെഗറ്റീവ് അല്ല, എന്നിരുന്നാലും ഈ 4 IPOയിൽ നമ്മൾ സജസ്റ്റ് ചെയ്യുക 1ാം സ്ഥാനം പ്രോസ്റ്റാം ഇൻഫോസിസ്റ്റംസ്, 2ാമത് സ്ലോസ് ബാംഗ്ലൂർ, 3ാമത് ഏജീസ് വോപാക് ടെർമിനൽസ് ലിമിറ്റഡ് ആണ്. അപ്പോൾ ഈ IPO രംഗത്തും നമ്മുടെ മാർക്കറ്റ് വീണ്ടും ആക്ടിവിറ്റീസിലേക്ക് കടന്നിരിക്കുകയാണ്. ഇത് തീർച്ചയായിട്ടും മാർക്കറ്റിനെ സംബന്ധിച്ച്, മാർക്കറ്റ് സെൻറ്റിമെൻറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് നൽകുന്ന കാര്യമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഗവൺമെൻറ്റിന് RBIയുടെ ഹെൽപ്പ് വീണ്ടും കിട്ടിയിരിക്കുകയാണ്. 2.69 ട്രില്യൺ രൂപ ഡിവിഡൻഡ് ആയിട്ട് കൊടുത്തിരിക്കുകയാണ് ഗവൺമെൻറ്റിന്. അവരുടെ ഫിസ്ക്കൽ ഡെഫിസിറ്റ് ടാർജറ്റ് മീറ്റ് ചെയ്യാനായിട്ട് ഇത് ഉപകരിക്കും. കഴിഞ്ഞ വർഷം 2.11 ട്രില്യൺ റുപ്പീസ് ആയിരുന്നു. ഇത്തരത്തിലുള്ള മൂവുകൾ തീർച്ചയായിട്ടും ഗവൺമെൻറ് ഫിസ്ക്കൽ ഡെഫിസിറ്റ് കൺട്രോൾ ചെയ്യാനായിട്ട് ഉപകരിക്കുന്നതാണ് എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇനി സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ അശോക് ലൈലൻഡ് 1:1 ബോണസ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഒപ്പം Q4 റിസൾട്ട് അനൗൺസ് ചെയ്തിരുന്നത് ബെറ്റർ റിസൾട്ടായിരുന്നു. അതോടൊപ്പം തന്നെ മറ്റ് ന്യൂസ് ഫ്ലോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ മറ്റൊരു കമ്പനി എക്സലൻ്റ് റിസൾട്ട് കാഴ്ചവെച്ചിരിക്കുന്നത് അസ്ട്രാ മൈക്രോവേവ് ആണ്. തീർച്ചയായിട്ടും ഈ കമ്പനി ഡിഫൻസ് രംഗത്തുള്ളൊരു കമ്പനിയാണ്. ലോങ് റണ്ണിൽ ഇൻവെസ്റ്റേഴ്സിന് ഗെയിൻ കിട്ടാൻ സാധ്യതയുള്ളൊരു കമ്പനിയും കൂടിയാണ് അസ്ട്രാ മൈക്രോവേവ്. അപ്പോൾ ഇത്തരത്തിലുള്ള കമ്പനികളുടെ റിസൾട്ടുകൾക്ക് അനുസരിച്ച് അതാത് സ്റ്റോക്കുകളൊക്കെ റിയാക്ട് ചെയ്തേക്കാം. അതോടൊപ്പം തന്നെ പുതിയ ന്യൂസ് ഫ്ലോസ് വരുന്നത് സമ്മർദ്ദന മദേഴ്സ് ആൻഡ് സുമി ഇൻ്റർനാഷണൽ ജാപ്പനീസ് കമ്പനീനെയും കൂടി അക്വയർ ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണെന്നാണ് പറയുന്നത്. മരേലി ഹോൾഡിങ്സ് എന്ന് പറയുന്ന ജാപ്പനീസ് ഓട്ടോ ആൻസിലറി കമ്പനീനെ ടേക്ക് ഓവർ ചെയ്യാണ്. ഈ കമ്പനി ധാരാളം കമ്പനികൾക്ക് സ്പെയർസ് OEM ആയിട്ട് സപ്ലൈ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ ഈ ടേക്ക് ഓവർ തീർച്ചയായിട്ടും ഗ്ലോബലി സമ്മർദ്ദന മദേഴ്സ് സുമി ഇൻ്റർനാഷണൽ ടോപ്പ് പൊസിഷനിൽ എത്തിക്കുന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ട്. പക്ഷേ ഹൈ കോസ്റ്റ് അക്വിസിഷനാണ്. അതിൻ്റെ ഒരു പ്രഷറൊക്കെ ഒരു പക്ഷേ സ്റ്റോക്ക് പ്രൈസിലും ഫൈനാൻഷ്യൽസിലൊക്കെ ഉണ്ടായേക്കാം. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് നമ്മുടെ ഡിഫൻസ് സ്റ്റോക്കുകൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനനുസരിച്ചുള്ള ആക്ഷനൊക്കെ പല ഡിഫൻസ് കമ്പനികളുടെ സ്റ്റോക്കിലും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് പുതിയ റെക്കോർഡ് ഹൈറ്റ് ചെയ്തിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ മറ്റു പല ഡിഫൻസ് സ്റ്റോക്കുകളും വീണ്ടും മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. എന്നിരുന്നാലും എല്ലാ ഇൻവെസ്റ്റേഴ്സും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഹൈ PEയിലാണ് നമ്മുടെ ഡിഫൻസ് സ്റ്റോക്കുകളൊക്കെ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫർദർ വരാൻ പോകുന്ന ന്യൂസ് ഫ്ലോസ്, അതുപോലെ തന്നെ ജോയിൻറ്റ് വെഞ്ചറുകൾ, അതുപോലെ തന്നെ ഗവൺമെൻറ് പോളിസികൾക്ക് അനുസരിച്ചാണ് ഇനിയൊക്കെ ഈ രംഗത്തുള്ള കമ്പനികൾ നല്ല രീതിയിൽ ഔട്ട് പെർഫോം ചെയ്യാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് തന്നെ വളരെ സെലക്റ്റീവായിട്ട് പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ഉള്ള, അതുപോലെ തന്നെ വളരെയധികം ഓർഡറുകൾ കയ്യിലുള്ള കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മൂവ് ചെയ്യുക. ഡിഫൻസ് സെക്ടർ കമ്പനികളിൽ ഗവൺമെൻറ് ഭാഗത്ത് നിന്ന് എല്ലാ സപ്പോർട്ടും ഉണ്ടെന്നുള്ള കാര്യം തീർച്ചയാണ്. അപ്പോൾ അതിനനുസരിച്ച് അനൗൺസ്മെൻറ്റുകൾ വരുമ്പോൾ അതാത് സ്റ്റോക്കുകളിൽ തങ്ങളുടെ റിസ്ക് ടേക്കിംഗ് കപ്പാസിറ്റിക്ക് അനുസരിച്ച് ഡിസിഷൻ എടുക്കുന്നതായിരിക്കും നല്ലത്. ഷിപ്പിംഗ് സെക്ടർ ആയിരിക്കാം ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ബെനിഫിഷ്യൽ ആവാൻ പോകുന്നത് ഗവൺമെൻറ് അനൗൺസ്മെൻറ്റുകളിൽ നിന്ന്, വരാൻ പോകുന്ന അനൗൺസ്മെൻറ്റുകളിൽ നിന്ന്. അത് തീർച്ചയായിട്ടും ഗാർഡൻ ഷിപ്പ് ബിൽഡേഴ്സ്, കൊച്ചിൻ ഷിപ്പ് യാർഡ്, മസഗൺ ഡോക്ക്, സ്വാൻ ഡിഫൻസ് ആൻഡ് ഹെവി ഇൻഡസ്ട്രീസ്, ഈ കമ്പനികളെ സംബന്ധിച്ചൊക്കെ പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് നൽകാൻ പോകുന്നത്. അപ്പം ഇനി ഈ ആഴ്ച നമുക്ക് ഉള്ളത് Q4 GDP അനൗൺസ്മെൻറ്റുകളുണ്ട്. അതുപോലെ തന്നെ ഗ്ലോബൽ മാർക്കറ്റ് ട്രെൻഡ്, അതുപോലെ തന്നെ നമ്മുടെ ബാലൻസ് വരാനുള്ള Q4 റിസൾട്ടുകൾ, ഇതൊക്കെയാണ് മേജറായിട്ടുള്ള ഇവൻറ്റുകൾ ഈ ആഴ്ച. ഒപ്പം ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഉണ്ട്. ഇറാനും ഇസ്രായേലും തമ്മിൽ വലിയ രീതിയിൽ സംഘർഷം വലുതാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റേതായ ഒരു വൊളാട്ടിലിറ്റി ഒക്കെ മാർക്കറ്റിൽ കണ്ടേക്കാം. അതോടൊപ്പം തന്നെ അമേരിക്കൻ പ്രസിഡന്റ് അനൗൺസ്മെൻറ്റുകൾ, അദ്ദേഹം മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങൾക്കും അതിൻ്റേതായ ഇമ്പാക്റ്റ് ഒക്കെ പല സെക്ടറുകളിലും നൽകാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വാക്കുകളൊന്ന് അനലൈസ് ചെയ്യുന്നതും, അതുപോലെ തന്നെ ഏത് സെക്ടറിനാണ് ഇതൊക്കെ ഇമ്പാക്റ്റ് നെഗറ്റീവ് അല്ലെങ്കിൽ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോകുന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് വിലയിരുത്തുന്നത് നന്നായിരിക്കും. അപ്പം നമ്മളെ സംബന്ധിച്ച് വളരെ ഹാപ്പി ആയിട്ടുള്ള ന്യൂസ് നമ്മൾ കേട്ട് കഴിഞ്ഞു. നമ്മുടെ എക്കണോമി 4th ലാർജസ്റ്റ് എക്കണോമി ആയിട്ട് മാറിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ധാരാളം സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് ന്യൂസ് ഫ്ലോസും കണ്ടു കഴിഞ്ഞു. ഒപ്പം നമ്മൾ ഇതുവരെയുള്ള റിസൾട്ടുകൾ ന്യൂസ് സ്പെസിഫിക് ആയിട്ട് സ്റ്റോക്കുകളൊക്കെ വിലയിരുത്തുകയാണെങ്കിൽ അടുത്ത മാസങ്ങളിലൊക്കെ നല്ല രീതിയിൽ മുന്നേറാൻ സാധ്യതയുള്ള സ്റ്റോക്കുകൾ ഒന്ന് ടൈറ്റനാണ്. ടൈറ്റൻ്റെ ഐ കെയർ രംഗത്തുള്ള ഡിവിഷൻ, അതുപോലെ തന്നെ വെയറബിൾ ഡിവിഷനൊക്കെ
ധാരാളം പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ആണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം ജുവലറി രംഗത്ത് സ്റ്റേബിൾ പെർഫോമൻസ് ആണ്. അപ്പോൾ ടാറ്റ ഗ്രൂപ്പിൻ്റെ അണ്ടറിൽ ടൈറ്റൻ, അതുപോലെ തന്നെ ടാറ്റയുടെ തന്നെ ട്രെൻഡ്, ധാരാളം പുതിയ സ്റ്റോർ അഡീഷൻസ് ആണ് ട്രെൻഡ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സുഡിയോ, അതുപോലെ തന്നെ വെസ്റ്റ് സൈഡ്, ഇനി സ്റ്റാർ ബസാറും ഓൾ ഓവർ ഇന്ത്യ അവർ എക്സ്പാൻഡ് ചെയ്യുന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ട്രെൻഡിനെ സംബന്ധിച്ചും പോസിറ്റീവ് ന്യൂസ് ആണ്. അതോടൊപ്പം തന്നെ നമ്മുടെ പേടിഎം UAE-യിലേക്കും കൂടി എൻട്രി ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അടുത്ത മാസങ്ങളിലൊക്കെ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ഒക്കെ വന്നേക്കാം. അപ്പോൾ പേടിഎമ്മും മാർക്കറ്റ് താഴെ വരുമ്പോൾ ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇൻവെസ്റ്റേഴ്സിന് കൺസിഡർ ചെയ്യാവുന്ന സ്റ്റോക്കുകളാണ്. ഒപ്പം കീടെക്സ് അവരുടെ തെലങ്കാന ഫാക്ടറി അടുത്ത മാസങ്ങളിൽ കമ്മീഷൻ ചെയ്യും, അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് കണ്ടേക്കാം. അതോടൊപ്പം തന്നെ BSE എക്സ് ബോണസ് ആണ്. 2:1 ബോണസ് ഉണ്ടായിരുന്നു. എക്സ് ബോണസ് ആണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. 2450 രൂപ പെർ ഷെയർ ആണ് എക്സ് ബോണസ് കോട്ട് ചെയ്യുന്നത്. ഈ എക്സ്ചേഞ്ചിൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ അടുത്ത ക്വാർട്ടേഴ്സിലും നല്ല പെർഫോമൻസ് തന്നെയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇനി NSEയും BSEയും തമ്മിൽ F&O സെഗ്മെൻറ്റിലുള്ള കോൺട്രാക്റ്റ് എൻഡിങ് ഡേറ്റ് ഒക്കെ മാറാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ ഇതൊന്നും കാര്യമായിട്ടുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒന്നും BSEനെ സംബന്ധിച്ചുണ്ടാക്കാനായിട്ട് പോകുന്നില്ല. അതോടൊപ്പം തന്നെ BSEയുടെ സ്റ്റോക്ക് പ്രൈസ് മുന്നേറുന്നത് ഇപ്പോൾ അൺലിസ്റ്റഡ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന NSE, അതുപോലെ തന്നെ ഇനി IPO വരാൻ പോകുന്ന NSDL, ഈ രണ്ട് കമ്പനികളുടെ സ്റ്റോക്ക് പ്രൈസിലും പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാനുള്ള സാധ്യതകളാണ് കാണുന്നത്. NSEയുടെ സ്റ്റോക്ക് പ്രൈസ് ഓൾറെഡി 1800, 1900 ലെവലിലേക്ക് ഉയർന്നിട്ടുണ്ട് ഗ്രേ മാർക്കറ്റിൽ. ഒപ്പം NSDLൻ്റെ സ്റ്റോക്ക് പ്രൈസും 1100, 1250 ലെവലിൽ ഫ്ലക്ച്വേറ്റ് ചെയ്യുകയാണ് ഗ്രേ മാർക്കറ്റിൽ. അപ്പോൾ ഈ BSEയുടെ സ്റ്റോക്ക് പ്രൈസിൽ ഉണ്ടാകുന്ന വർധനവ് തീർച്ചയായിട്ടും ഈ രണ്ട് സ്റ്റോക്കുകളെ സംബന്ധിച്ചും പോസിറ്റീവാണ്. അതോടൊപ്പം തന്നെ അടുത്ത ആഴ്ചകളിൽ NSEയുടെ IPOയ്ക്ക് അനുമതി നൽകുന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അൺലിസ്റ്റഡ് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ NSE, NSDL പോലുള്ള സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചും ഓപ്പർച്യൂണിറ്റിയാണ് അടുത്ത മാസങ്ങളിൽ ഈ രണ്ട് കമ്പനികളിലെ IPOs വരുന്നത്. അപ്പോൾ ഈ IPOസിനനുസരിച്ച്, അനൗൺസ്മെൻറ്റുകൾക്ക് അനുസരിച്ച് ഈ സ്റ്റോക്കുകളിലൊക്കെ ഒരു ആക്ഷൻ കാണാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ആ ആക്ഷനിൽ നിന്ന് ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ അൺലിസ്റ്റഡ് മാർക്കറ്റിൽ നിന്ന് ഇത്തരത്തിലുള്ള സ്റ്റോക്കുകൾ തങ്ങളുടെ റിസ്ക് ടേക്കിംഗ് കപ്പാസിറ്റിക്ക് അനുസരിച്ച് ലോങ് റണ്ണിലേക്ക് വാങ്ങുന്നതൊക്കെ നന്നായിരിക്കും. ഇനി നമ്മൾ കഴിഞ്ഞ 2-3-4 വർഷമായിട്ട് ഇൻവെസ്റ്റേഴ്സിന്, അല്ലെങ്കിൽ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റേഴ്സിന് ലോസ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഗ്രൂപ്പായിരുന്നു അനിൽ അംബാനി ഗ്രൂപ്പ്. കഴിഞ്ഞ 2 വർഷമായിട്ട് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഗെയിൻ, ഒരു പക്ഷേ പെർസെൻറ്റേജ് വൈസ് നോക്കുകയാണെങ്കിൽ റിലയൻസ് ഇൻഡസ്ട്രീസിനേക്കാളും കൂടുതൽ ഗെയിൻ നൽകിയിട്ടുള്ളത് അനിൽ അംബാനി ഗ്രൂപ്പ് കമ്പനികളാണ്. റിലയൻസ് പവറും റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡും. ഈ രണ്ട് കമ്പനികളെ സംബന്ധിച്ചും വേഴ്സ്റ്റ് സെയിംസ് ഓവറാണ്. റിലയൻസ് പവർ സോളാർ രംഗത്ത്, അല്ലെങ്കിൽ റിന്യൂവബിൾ എനർജി രംഗത്ത് വലിയ രീതിയിലുള്ള ആക്ഷൻസ് ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. ഡെറ്റ് ഫ്രീ കമ്പനിയാണ്. അതോടൊപ്പം തന്നെ റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചർ, അവർ റെയിൻ മെറ്റൽ AG ജർമ്മൻ കമ്പനി, ഡിഫൻസ് കമ്പനി ആയിട്ട് ടൈപ്പിൽ എത്തിയിരിക്കുകയാണ്. ഇന്ത്യയിലത്തെ ഏറ്റവും വലിയ ഗ്രീൻ ഫീൽഡ് ആർട്ടിലറീസ് ഉണ്ടാക്കുന്ന കമ്പനിയായിട്ട് മാറാൻ പോവുകയാണ് ഈ JV. മഹാരാഷ്ട്രയിലാണ് വരുന്നത്. ഓൾറെഡി ദസോൾട്ട് ഏവിയേഷൻ, അതുപോലെ തന്നെ തെയിൽസ് കോർപ്പറേഷൻ ഫ്രാൻസ് ഒക്കെ ആയിട്ട് JV ഉള്ള ഡിഫൻസ് സബ്സിഡിയറികളുണ്ട് റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചറിന്. അതോടൊപ്പം തന്നെ ധാരാളം സബ്സിഡിയറികൾ മറ്റ് ഡിഫൻസ് ആക്ടിവിറ്റീസിൽ, റിന്യൂവബിൾ എനർജിയിലൊക്കെ ആക്ടിവിറ്റീസുള്ള സബ്സിഡിയറികൾ റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചറിനുണ്ട്. ഈ രണ്ട് സ്റ്റോക്കുകളും നല്ല രീതിയിൽ വീണ്ടും അടുത്ത മാസങ്ങളിലും അടുത്ത വർഷങ്ങളിലും മുന്നേറാനുള്ള സാധ്യതകളാണ് കാണുന്നത്. അപ്പോൾ റിസ്ക് ടേക്കിംഗ് കപ്പാസിറ്റിയുള്ള ഇൻവെസ്റ്റേഴ്സിന് വീണ്ടും കൺസിഡർ ചെയ്യാവുന്ന സ്റ്റോക്കുകളാണ്. നമ്മൾ മുമ്പ് തന്നെ സ്ട്രോങ് ആയിട്ട് സജസ്റ്റ് ചെയ്തിരുന്ന സ്റ്റോക്കുകളാണ്. എന്നിരുന്നാലും റിലയൻസ് പവറും റിലയൻസ് ഇൻഫ്രയും ഫർദർ മുന്നേറാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഇതൊക്കെയാണ് ഈ ആഴ്ച എനിക്ക് മാർക്കറ്റിൽ, അല്ലെങ്കിൽ ഫൈനാൻസ് റിലേറ്റഡ്, അല്ലെങ്കിൽ എക്കണോമി റിലേറ്റഡ്, പൊളിറ്റിക്കൽ റിലേറ്റഡ്, അതായത് ജിയോ പൊളിറ്റിക്കൽ റിലേറ്റഡ് ന്യൂസ് ഫ്ലോസ് ആയിട്ട് നിങ്ങൾക്ക് നൽകാനുള്ളത്. അതോടൊപ്പം തന്നെ ടയോട്ട പുതിയൊരു വണ്ടി, അവരുടെ എക്സിസ്റ്റിംഗ് വണ്ടി തന്നെയാണ് RAV4 എന്ന് പറയുന്ന റിക്രിയേഷണൽ ആക്റ്റീവ് വെഹിക്കിൾ എന്നാണ് RAVൻ്റെ ഫുൾ ഫോം. 4 എന്ന് പറയുമ്പോൾ വിത്ത് 4 വീൽ ഡ്രൈവ്. ഇതിൻ്റെ ഒരു പുതിയ വേർഷൻ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഹൈബ്രിഡും ഉണ്ട്, പ്ലഗ് ഇൻ ഹൈബ്രിഡും ഉണ്ട്. ഈ പ്ലഗ് ഇൻ ഹൈബ്രിഡ് ഗ്യാസ് വിത്ത്
EV ആണ്, അതായത് ലിഥിയം ബാറ്ററിയാണ്. ഇതിൻ്റെ റേഞ്ച് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള അമേസിങ് റേഞ്ചാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള 1350 കിലോമീറ്ററാണ് ഇതിൻ്റെ റേഞ്ച് ഇനീഷ്യൽ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇന്ത്യയിൽ അടുത്തൊന്നും തന്നെ RAV4 ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധ്യയില്ല. എന്നിരുന്നാലും മറ്റു ഗ്ലോബൽ മാർക്കറ്റുകളിൽ 180 രാജ്യങ്ങളിൽ ടയോട്ടയ്ക്ക് പ്രസൻസ് ഉണ്ട്. അവിടെ ഈ വണ്ടികൾ ലോഞ്ച് ചെയ്യുന്നതാണ് പറയുന്നത്. തീർച്ചയായിട്ടും ഇന്ത്യയിൽ വരികയാണെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങളെ സംബന്ധിച്ച് നല്ലൊരു കാര്യമാണ്. ഇത് നിങ്ങളുടെ അറിവിലേക്കായിട്ട് തന്നിട്ടുള്ളൊരു ന്യൂസാണ്. അപ്പോൾ RAV4 പ്ലഗ് ഇൻ ഹൈബ്രിഡ് 1350 കിലോമീറ്റർ റേഞ്ച് എന്ന് പറയുമ്പോൾ വളരെ അമേസിങ് ആയിട്ടുള്ള ഒരു റേഞ്ച് തന്നെയാണ് ഇൻവെസ്റ്റേഴ്സിന് അല്ലെ ജനങ്ങളെ സംബന്ധിച്ച്. ഇത് നിങ്ങളുടെ അറിവിലേക്കായിട്ട് തന്നിട്ടുള്ള ന്യൂസാണ്. അപ്പോൾ ടയോട്ടയുടെ സുപ്രീമസി ഗ്ലോബൽ മാർക്കറ്റിൽ EVയിൽ അല്ല അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, മറിച്ച് ഹൈബ്രിഡ് പ്ലഗ് ഇൻ ഹൈബ്രിഡ് വെഹിക്കിൾസിലാണ്. ഇതൊക്കെയാണ് ഈ ആഴ്ചയിലത്തെ പോഡ്കാസ്റ്റിലുള്ള ഐറ്റംസ്. ഈ ആഴ്ച നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് വീണ്ടും ഒരു പോസിറ്റീവ് ബയാസോട് കൂടിയുള്ള മാർക്കറ്റ് സെൻറ്റിമെൻ്റാണ്. ഒപ്പം നമ്മുടെ എക്കണോമി എക്സ്പാൻഡ് ചെയ്തതിൻ്റെ ഒരു സന്തോഷം മാർക്കറ്റിലുണ്ടായിരിക്കാം. അതോടൊപ്പം തന്നെ Q4 GDP വരാൻ ബാലൻസ് ഉള്ള Q4 റിസൾട്ടുകളും ബെറ്റർ ആയിരിക്കും. അപ്പോൾ പൊതുവേ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻ്റാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതേസമയം ട്രംപിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകളും ആക്ഷൻസും പൊളിറ്റിക്കൽ ഇഷ്യൂസൊക്കെ വീണ്ടും വൊളാറ്റിലിറ്റി ഒക്കെ ഉണ്ടാക്കിയേക്കാം. എന്നിരുന്നാലും ഇന്ത്യൻ മാർക്കറ്റ് വളരെ സ്ട്രോങ് ആണ്. നമ്മളൊരു കൺസംഷൻ ഡ്രിവൺ എക്കണോമിയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം നമ്മുടെ ഡിഫൻസ് കമ്പനികളെക്കുറിച്ച് ഗ്ലോബൽ കൺട്രികൾക്കുള്ള അഭിപ്രായമൊക്കെ മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ച് നല്ല ഡേയ്സ് ആണ് ഹെഡ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് വീക്ക് ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ ഈ വീക്ക്ലി പോഡ്കാസ്റ്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.